വെൽക്കം തായ്മാന യൂറിനറി സിസ്റ്റം അനാട്ടമി ഫിസിയോളജി ഈ സീരീസിലെ നമ്മുടെ 5ാമത്തെ വീഡിയോ. ഈ വീഡിയോയിൽ നമ്മൾ യൂറിൻ എങ്ങനെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുക ഓർ ഡയലൂട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പറയുക. സോ ഫിസിയോളജി ഓഫ് യൂറിൻ കോൺസെൻട്രേഷൻ ആണ് നമ്മൾ പ്രധാനമായിട്ട് പറയുക. നമ്മുടെ ബ്ലഡിന്റെ ഓസ്മോളാരിറ്റി എന്ന് പറയുന്നത് 290 ആണ്. 290 മില്ലി ഓസ്മോളാർ പെർ ലിറ്റർ ആണ്. നമ്മൾ അതിനെ അപ്രോക്സിമേറ്റ് ചെയ്തിട്ട് 300 ആയിട്ടാണ് പറയുക. സോ വേസ്റ്റ് പ്രൊഡക്ട്സ് ബ്ലഡിനകത്ത് സാധാരണ രീതിയിൽ ദിവസം ഒരു 600 മില്ലി ഓസ്മോളാർ പെർ ലിറ്റർ എങ്കിലും വേസ്റ്റ് പ്രൊഡക്ട്സ് വരും. നമ്മളപ്പോൾ അതിനെ ഡയലൂട്ട് ചെയ്ത് യൂറിനിലേക്ക് 1 to 1.5 or 2 ലിറ്റർ അതിനകത്താക്കി ഡയലൂട്ട് ചെയ്തിട്ട് നമ്മൾ കളയും ദിവസം. സോ നമ്മൾ ധാരാളം വെള്ളം കുടിച്ചാലോ, ധാരാളം വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ബ്ലഡ് വിൽ ബിക്കം ഹൈപ്പോ ഓസ്മോളാർ അല്ലെ, ഹൈപ്പോ ഓസ്മോളാർ ആകും. അപ്പം നമ്മുടെ യൂറിൻ ഓൾസോ വിൽ ബിക്കം ഹൈപ്പോ ഓസ്മോളാർ ആകും. ഹൈപ്പോ ഓസ്മോളാർ, ഓസ്മോളാരിറ്റി കുറയും. കാരണം വെള്ളം കൂടുന്തോറും അത് നമ്മൾ എക്സ്ക്രീറ്റ് ചെയ്ത് കളയും, എക്സ്ട്രാ ലോഡ് ഓഫ് വാട്ടർ. പക്ഷെ കഠിനമായ ചൂടിൽ അല്ലെങ്കിൽ ശരീരത്തിൽ നിന്ന് ജലം മറ്റു രീതിയിൽ നഷ്ടപ്പെടുമ്പോൾ വെള്ളം കുറവ്, ഈ സമയത്ത് ബ്ലഡ് വിൽ ബിക്കം ഹൈപ്പർ ഓസ്മോളാർ ആകും. സോ ഈ സമയം ഹൈപ്പർ ഓസ്മോളാർ ബ്ലഡ് ആയിരിക്കും ഉണ്ടാവുക. സോ അപ്പൊ യൂറിനും ഹൈപ്പർ ഓസ്മോളാർ ആയിരിക്കും. കാരണം വെള്ളം നഷ്ടപ്പെടുത്താൻ കിഡ്നിക്ക് താല്പര്യമില്ല, വെള്ളം പിടിച്ചു വെക്കും, ശരീരത്തിൽ പിടിച്ചു വെക്കും. സോ ഇത് കിഡ്നി ആണ് ചെയ്യുന്നത്, കിഡ്നിയിലെ നെഫ്രോൺ ആണ് ചെയ്യുന്നത്. സോ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്, അതിന്റെ മെക്കാനിസംസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. നമ്മൾ നെഫ്രോൺ പഠിച്ചപ്പോൾ ഈ സ്ലൈഡ് അപ്പം ഉള്ള സ്ലൈഡാണ്. 2 നെഫ്രോൺ എന്ന് പറഞ്ഞു. ഒന്ന് കോർട്ടിക്കൽ നെഫ്രോൺ ആണ്, ഇത് കോർട്ടക്സിൽ ആണ് അതിന്റെ ഗ്ലോമർലെസ് ഇരിക്കുക. ഇത് പക്ഷേ ജക്സ്റ്റാമെഡുലറി നെഫ്രോൺ എന്നാണ് നമ്മൾ പറഞ്ഞത്. അതിന്റെ ഗ്ലോമർലെസ് ഒക്കെ ഇരിക്കുക ജസ്റ്റ് അബവ് ദ മെഡുലയാണ്. മാത്രമല്ല അതിന്റെ ട്യൂബ്യൂൾസ് അല്ലെങ്കിൽ ലൂപ്പ് ഓഫ് എൻല് താഴത്തേക്ക്, ഇത് ഇന്നർ മെഡുലയാണെന്ന് നമ്മൾ പറഞ്ഞു. മെഡുലയുടെ ഏറ്റവും ഉൾഭാഗത്തേക്ക് പോയിട്ട് തിരിച്ചു വരുന്നുണ്ട് വീണ്ടും കോർട്ടക്സിലേക്ക്. സോ വീണ്ടും കോർട്ടക്സിലേക്ക് തിരിച്ചു വരുന്നത് മെഡുലയുടെ ഏറ്റവും ഉൾഭാഗത്തേക്ക് പോയിട്ടാണ് തിരിച്ചു വരിക. സോ ഈ നെഫ്രോൺസ് ആണ് യൂറിൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കുന്നത്. മറ്റൊരു കാര്യം നമ്മൾ വേറൊരു വീഡിയോയിൽ പറഞ്ഞത്, ഈ ഭാഗം ഇങ്ങോട്ടേക്ക് ഇറങ്ങുന്ന ലൂപ്പിന്റെ ഈ ഭാഗം വാട്ടർ പെർമിയബിൾ ആണെന്ന് പറയും. വെള്ളത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാം. പക്ഷെ തിരിച്ചു പോകുന്ന ഈ ഭാഗം, അവിടെയൊന്നും ഈ ഭാഗം വാട്ടർ ഇംപെർമിയബിൾ ആണ്, വെള്ളത്തെ പുറത്തേക്കോ അകത്തേക്കോ കടത്തി വിടുന്നില്ല എന്നും നമ്മൾ പറഞ്ഞായിരുന്നു. ഇത് രണ്ടും നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം. വാട്ടർ മാത്രമല്ല യൂറിയ ഇംപെർമിയബിൾ ആണ്. ഇവിടം തൊട്ട് ഇനി അങ്ങോട്ട് യൂറിയയും കടന്നു പോകത്തില്ല, വാട്ടറും കടന്നു പോകത്തില്ല, ഉള്ളിൽ കൂടി മാത്രമേ പോകൂ. ഇനി മറ്റൊരു കാര്യം നമ്മൾ പഠിച്ചത്, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ സ്ട്രക്ചർ ഓഫ് നെഫ്രോണിൽ കണ്ടത്, ഈ നെഫ്രോൺസിന് ചുറ്റും, ഇത് പച്ച കളറിൽ കാണുന്നതാണ്, ഇത് ലൂപ്പാണ്, ലൂപ്പ് ഓഫ് എൻല് താഴത്തേക്ക് പോകും, ഇത് ലൂപ്പ്, ഇത് മുകളിലേക്ക് പോകും. ആൻഡ് ഇതേപോലെ തന്നെ ഇതിന് ചുറ്റും നമ്മുടെ ബ്ലഡ് വെസൽസ്, അതായത് ഇവിടുന്ന് പുറത്തേക്ക് വരുന്ന എഫറൻ ബ്ലഡ് വെസൽസ് കഴിഞ്ഞിട്ട് അതിങ്ങനെ അതിന് ചുറ്റും പോകുന്നുണ്ട്. സോ ഈ പോകുന്നതിനെ നമ്മൾ വാസാ റെക്റ്റ എന്നാണ് നമ്മൾ പറഞ്ഞത്. വാസാ റെക്റ്റ ലൂപ്പ് പോലെ തന്നെ താഴത്തേക്ക് പോയി ഇതിന് ചുറ്റി പോവുകയാണ്. ലൂപ്പ് ഓഫ് എൻലിയും അപ്പോൾ വാസാ റെക്റ്റയും ഒരേപോലെ രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി കോർട്ടക്സിലെത്തുന്ന ട്യൂബ്യൂൾ, കോർട്ടക്സിലെത്തുന്ന ട്യൂബ്യൂൾ ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ, പിന്നീട് അത് കളക്ടിംഗ് ഡക്റ്റ് ആയിട്ട് വീണ്ടും അത് താഴേക്കാണ് വരുന്നത്. വീണ്ടും എങ്ങടേക്കാണ് വരിക, വീണ്ടും വരുന്നത് ഇവിടെ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട്, വീണ്ടും മെഡുല്ലയിലേക്ക്. സോ ഇത് ഇന്നർ മെഡുല്ലയിലാണ്, ഇന്നർ മെഡുല്ല, ഇതും മെഡുല്ലയിലേക്ക്, ഇന്നർ മെഡുല്ലറി റീജിയനിലേക്ക് വീണ്ടും വരുന്നുണ്ട്. സോ ഇന്നർ മെഡുല്ലർ റീജിയനിൽ അപ്പോൾ വാസാ റെക്റ്റ ഉണ്ട്, ലൂപ്പ് ഉണ്ട്, വീണ്ടും തിരിച്ചെത്തുന്ന കളക്ടിംഗ് ഡക്റ്റ് എല്ലാം ഇന്നർ മെഡുല്ലയിലേക്കാണ്. തിരിച്ചു പോയിട്ടാണ് യൂറിൻ ഇങ്ങോട്ടേക്ക് പോവുക, പുറത്തേക്ക് പോവുക. സോ ദിസ് അറേഞ്ച്മെന്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് നമ്മുടെ മനസ്സിൽ വേണം. ഇനി നമുക്ക് യൂറിൻ കോൺസെൻട്രേഷൻ എങ്ങനെയാണ് നോക്കാം. ഇതിന് അടിസ്ഥാനപരമായിട്ട് വേണ്ടത്, അല്ലെങ്കിൽ എസെൻഷ്യൽ പ്രീ റിക്വസിറ്റ്, ബേസിക് ആയിട്ട് വേണ്ടത് ഒരു മെഡുല്ലറി ഓസ്മോട്ടിക് ഗ്രേഡിയന്റ് ആണ്. മെഡുല്ലറി ഓസ്മോട്ടിക് ഗ്രേഡിയന്റ് വേണം എന്ന് വെച്ചാൽ റീനൽ മെഡുല്ല ഈ ഭാഗം ഹൈപ്പർ ഓസ്മോളാർ ആയിരിക്കണം, ഈ ഭാഗം ഹൈപ്പർ ഓസ്മോളാർ ആയിരിക്കണം. ഇവിടെ നമുക്കറിയാം ഓസ്മോളാരിറ്റീസ് 300 ആണെന്ന് പറഞ്ഞു. സോ ഇങ്ങോട്ട് താഴത്തേക്ക് പോകുന്തോറും ഹൈപ്പർ ഓസ്മോളാർ ആയിരിക്കണം. സോ കോർട്ടക്സിൽ നിന്ന് താഴത്തേക്ക് പോകുന്തോറും ഇങ്ങനെ ഓസ്മോളാരിറ്റി കൂടി വരണം. ഇവിടെ 100 മില്ലി ഓസ്മോളാർ വരെ എത്തുന്നുണ്ട്. സോ ഈ വ്യത്യാസം, ഇതിനെയാണ് നമ്മൾ കോർട്ടിക്കോ പ്യൂപ്പിലറി എന്ന് വെച്ചാൽ മെഡുല്ലയുടെ അറ്റമാണല്ലോ, കോർട്ടിക്കോ പ്യൂപ്പിലറി ഓസ്മോട്ടിക് ഗ്രേഡിയന്റ് എന്ന് വിളിക്കുക, അല്ലെങ്കിൽ കോർട്ടിക്കോ മെഡുല്ലറി ഗ്രേഡിയന്റ് എന്ന് നമുക്ക് വിളിക്കാം. കോർക്കോ മെഡുല്ലറി ഗ്രേഡിയന്റ്, ഇതാണ് നമുക്ക് വേണ്ടത്, കോർക്കോ മെഡുല്ലറി ഗ്രേഡിയന്റ്. അപ്പൊ നമുക്ക് പറയേണ്ടത് ഇതെങ്ങനെ ഉണ്ടാക്കും, ഇതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും. 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇത് ഉണ്ടാക്കണം. 2,
ഇത് മെയിൻറ്റെയിൻ ചെയ്യാം. സോ ഇതുണ്ടാക്കുന്ന മെക്കാനിസം, അപ്പോൾ ആരാണ് കോർട്ടിക്കോമെഡുലറി ഗ്രേഡിയന്റ് ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉണ്ടാക്കുന്നത് ബൈ കൗണ്ടർ കറന്റ് മൾട്ടിപ്ലയർ. കൗണ്ടർ കറന്റ് മൾട്ടിപ്ലയർ ആണ് ഇത് ഉണ്ടാക്കുക. ആൻഡ് ഇത് ചെയ്യുന്നത് ലൂപ്പ് ഓഫ് ഹെൻലി ബൈ LOH, ലൂപ്പ് ഓഫ് ഹെൻലി ആണ്. ആൻഡ് ഇതിനെ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യുന്നത്, ഇതുണ്ടായി അതിനെ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യുന്നത് യൂറിയ റീസൈക്ലിംഗ് ആണ്. യൂറിയ റീസൈക്ലിംഗ് ആണ് ഇത് സ്ട്രെങ്തൻ ചെയ്യുക. അപ്പൊ നമുക്ക് ഇതിനെ കുറിച്ച് പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് അപ്പോൾ ഉണ്ടാക്കി ഇനി അത് മെയിൻറ്റെയിൻ ചെയ്യണം അല്ലെ, ആ ഗ്രേഡിയന്റ് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. സോ മെയിൻ്റനൻസ് ഈസ് ബൈ കൗണ്ടർ കറന്റ്. കൗണ്ടർ തന്നെ കറന്റ് എക്സ്ചേഞ്ചർ ആണ്, എക്സ്ചേഞ്ചർ വഴിയാണ്. സോ അത് ചെയ്യുന്നത് ആരാണെന്ന് വെച്ചാൽ അത് ചെയ്യുന്നത് വാസറക്ടയാണ്. സോ ലൂപ്പ് ഓഫ് ഹെൻലി കൗണ്ടർ കറന്റ് മൾട്ടിപ്ലയർ ചെയ്യും, അതിനെ യൂറിയ സൈക്കിൾ വെച്ച് സ്ട്രെങ്തൻ ചെയ്യും. ആൻഡ് ദിസ് വിൽ ബി മെയിൻറ്റെയിൻഡ് ബൈ ദിസ് വാസറക്ട്. സോ അങ്ങനെയാണ് ഒരു കോർട്ടിക്കോമെഡുലറി ഗ്രേഡിയന്റ് കിഡ്നിയുടെ അകത്ത് ഉണ്ടാകും. ഇതിനൊപ്പം വേറൊരാൾ കൂടി വർക്ക് ചെയ്യണം. മൂന്നാമത്തെ ആൾ ഇവിടെ ഇത് 1 ഇത് 2 ആണെങ്കിൽ തേർഡ് വൺ മൂന്നാമത്തത് ADH ആണ്, ആന്റി ഡയൂററ്റിക് ഹോർമോൺ. അത് ഏകദേശം ഈ ഏരിയയിലായിരിക്കും വർക്ക് ചെയ്യുക, കളക്ടിങ് ഡക്റ്റിലാണ് അത് വർക്ക് ചെയ്യുക. സോ ഇത്രയും എല്ലാവരും കൂടി ചേരുമ്പോഴാണ് നമുക്കൊരു യൂറിൻ കോൺസെൻട്രേറ്റഡ് ആയിട്ട് കിട്ടുക. നമുക്ക് ആദ്യം കൗണ്ടർ കറന്റ് മൾട്ടിപ്ലയർ ബൈ ലൂപ്പ് ഓഫ് ഹെൻലിയെ കുറിച്ച് പറയാം. സോ ദിസ് ഏരിയ ആണ് നമ്മളിവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുക. നമുക്ക് ആദ്യം ഒന്ന് തരംതിരിക്കാം. ഇത് കോർട്ടക്സ് ആണ്. കോർട്ടക്സ് അല്ലെങ്കിൽ ഈ ഭാഗം ഗ്ലോമർലസ് ഈ ഭാഗം ഇരിക്കുന്ന സ്ഥലത്ത് ഓസ്മോളാരിറ്റി എന്ന് പറയുന്നത് 300 മില്ലി ഓസ്മോളാർ പെർ ലിറ്റർ ആണ് എന്ന് നമുക്കറിയാം. ആൻഡ് ഇത് ലൂപ്പ് ഓഫ് ഹെൻലി താഴത്തേക്ക് വരുന്ന ഡിസെൻഡിങ് സെഗ്മെന്റ് ആണ്, ഇത് അസെൻഡിങ് സെഗ്മെന്റ്. സോ ഇത് മെഡുല്ലയിലേക്ക് വരുന്നു, ഇത് മെഡുല്ലയാണ്. അപ്പോൾ ഇത് മെഡുല്ലയിലേക്ക് വരുന്നു, ഇത് തിരിച്ച് മുകളിലേക്ക്. സോ ഇവിടെ കുറച്ച് ഇമാജിനേഷൻ കൂടി നമുക്ക് വേണം. സോ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ലെറ്റ്സ് അസ്യൂം ദാറ്റ് ഇവിടെയും 300 ആണ് ഇവിടെയും 300 ആണ് എന്ന് അങ്ങോട്ട് കരുതുക. ആദ്യം തുടക്കം അങ്ങനെ ആയിരിക്കുമല്ലോ, മില്ലി ഓസ്മോളാർ പെർ ലിറ്റർ ആണ്, രണ്ട് സ്ഥലത്തും സെയിം ആണ് എന്ന് അങ്ങോട്ട് കരുതുക. അപ്പോൾ 300 മില്ലി ഓസ്മോളാർ ഉള്ള ട്യൂബുലാർ ഫ്ലൂയിഡ് അല്ലെങ്കിൽ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഇങ്ങനെ ഒഴുകി ഇങ്ങോട്ട് വരെയാണ് എന്ന് കരുതുക. സോ ഇവിടെ എത്രയാണ്? 300 ആണ്, ഇവിടെയും 300 ആണ്, ഇവിടെയൊക്കെ 300 ആണ്. ഇതിങ്ങനെ തിരിച്ച് ലൂപ്പ് ഓഫ് ഹെൻലിയിലേക്ക് ഇങ്ങോട്ടേക്ക് വരികയാണ്. ഇവിടെ എത്തുമ്പോൾ ഇവിടെ ഒരു പമ്പ് ഉണ്ട്. ദിസ് സൈഡ് ദർ ഈസ് എ പമ്പ്. ആ പമ്പിന്റെ പേര് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്, സോഡിയം പൊട്ടാസ്യം 2 ക്ലോറൈഡ് എന്ന് പറയുന്ന ഒരു ട്രാൻസ്പോർട്ടർ ഉണ്ട്, പമ്പോ ട്രാൻസ്പോർട്ടറോ. ഇതെന്ത് ചെയ്യും? ഇത് സോഡിയത്തെ ഇങ്ങോട്ടേക്ക് തള്ളും, പൊട്ടാസ്യത്തെ ഇങ്ങോട്ടേക്ക് തള്ളും, ക്ലോറൈഡ് ഇങ്ങോട്ടേക്ക് തള്ളും. ഇതിന് ഏകദേശം ഒരു 200 മില്ലി ഓസ്മോളാർ വരെ ഇങ്ങോട്ടേക്ക് തള്ളാനായിട്ട് പറ്റും. അപ്പൊ ഇവിടെ എന്താ പറ്റും? ഇതിനകത്ത് അയോൺസ് കുറയും, സോ ഡിക്രീസ് അയൺ. അപ്പൊ അതിന്റെ കൂടെ വെള്ളത്തിന് ഇങ്ങോട്ട് കടക്കാം ആഗ്രഹം ഉണ്ടായിരിക്കും, പക്ഷെ വെള്ളത്തിന് കടക്കാൻ പറ്റുമോ? ഈ ഭാഗം ഇംപെർമിയബിൾ ആണ്, വാട്ടർ ഇംപെർമിയബിൾ ആണ് ഇനിയുള്ള ഭാഗം മൊത്തം. സോ വാട്ടറിന് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല. അപ്പൊ ഇവിടെ 300 മില്ലി ഓസ്മോളാർ ആയിരുന്നു ആദ്യം, ഇപ്പൊ ഒരു 200 കൂടി തള്ളി വരുമ്പോഴത്തേക്കും ഇവിടെ 500 ആയല്ലോ. 500 മില്ലി ഓസ്മോളാർ പെർ ലിറ്റർ ആയി ഇന്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡിൽ. സോ ഈ ഏരിയ ഇന്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡ് ആണ്. ഇവിടെ ഇപ്പൊ 500 മില്ലി ഓസ്മോളാർ പെർ ലിറ്റർ ആയി. അപ്പോൾ ഈ ഭാഗമോ? ഈ ഭാഗം ഇറ്റ് ഈസ് ഫ്രീലി accessible to water and electrolytes. അപ്പോൾ എന്ത് ചെയ്യും? ഇവിടെ 500 ആകുമ്പോഴത്തേക്കും ഇതും കൂടി ഇക്വിലിബ്രിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെയും 500. സോ നൗ ഹിയർ ബിക്കംസ് 500 മില്ലി ഓസ്മോളാർ പെർ ലിറ്റർ ആയി. അപ്പൊ ഇനി വരുന്നത് നെക്സ്റ്റ് ടൈം വരുന്നത് 300 അല്ല, അപ്പൊ ഇവിടെ ഇനി വരുന്നത് 500 ആയി. ഈ ഏരിയയിൽ ഏകദേശം 500 മില്ലി ഓസ്മോളാർ ആയി. ഇനി ഇതിങ്ങനെ താഴത്തേക്ക് വരുമ്പോൾ ഇതിപ്പോ വരുന്നത് വേറെ കളറിൽ വരയ്ക്കാം. ഇതിപ്പോ ഇനി വരുന്നത് 500 മില്ലി ഓസ്മോളാർ ആണ് വരുന്നത്. അതിന് വീണ്ടും നമുക്ക് ഇങ്ങോട്ടേക്ക് സോഡിയം പൊട്ടാസ്യം ക്ലോറിൻ എല്ലാം തള്ളും. വീണ്ടും 500 എന്നുള്ളത് പ്ലസ് 200 കൂടി തള്ളുകയാണെങ്കിൽ അപ്പൊ ഇവിടെ 700 ആയി. ഇതിന് വീണ്ടും ഇക്വിലിബ്രിയേറ്റ് ചെയ്യാൻ പറ്റും, അവിടെ ഇപ്പൊ 700 ആകും. അപ്പൊ ഇനി ഇങ്ങോട്ടേക്ക് വരുന്നത് 700 ആണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. സോ 500 മാറി 700 വരുമ്പോഴത്തേക്കും വീണ്ടും തള്ളും ഇങ്ങോട്ടേക്ക്, 700 മാറി 900 ആകും. അപ്പൊ ഈ ഭാഗം വീണ്ടും ഇക്വിലിബ്രിയേറ്റ് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും വാട്ടറും സോൾവൻസ് ഒക്കെ കടക്കും, ഇക്വിലിബ്രിയേറ്റ് ചെയ്യും. അപ്പൊ ഇവിടെയും 900 ആകും. 900 ഇനി ഇങ്ങോട്ടേക്ക് വരുന്നത് വീണ്ടും 900 ഇങ്ങോട്ടേക്ക് വരിക. അപ്പൊ ഇവിടുന്ന് വീണ്ടും തള്ളും. അപ്പൊ പ്ലസ് 1100 ആയി. സോ ഇങ്ങനെ ദിസ് എ സൈക്കിൾ ഇങ്ങനെ കൂടി അവസാനം ഇവിടെ 1200 മില്ലി ഓസ്മോളാർ പെർ ലിറ്റർ ആകും. സോ ദിസ് ഈസ് കോൾഡ് ആസ് കൗണ്ടർ കറന്റ് മൾട്ടിപ്ലയർ. അപ്പോ 300 ആയിരുന്നു, ആദ്യം 500 ആയി. കൃത്യം 500 കണക്കല്ല ഞാൻ പറയുന്നത്. ഇവിടെ ഇപ്പൊ 1200 ആയി, ഇവിടെ ഏകദേശം 900 ആണെന്ന് കണക്കാക്കുക, ഇവിടെ ഒരു ഏകദേശം 800 ആണെന്ന് കണക്കാക്കുക, ഇവിടെ 700 ആണെന്ന് കണക്കാക്കുക, ഇവിടെ 600 ആണെന്ന് കണക്കാക്കുക, ഇവിടെ 500 ആണെന്ന് കണക്കാക്കുക, ഇവിടെ 400 ആണ്,
ഇവിടെ 300. സോ 300 മുതൽ 1200 വരെ. സോ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? മെഡുലറി ഓസ്മോട്ടിക് ഗ്രേഡിയന്റ് അല്ലെങ്കിൽ കോർട്ടിക്കോ മെഡുലറി ഗ്രേഡിയന്റ് ഇങ്ങോട്ടേക്ക് കൂടി വരികയാണ്. ഓസ്മോളാരിറ്റി ഈസ് നൗ ഇൻക്രീസ്ഡ് ഫ്രം കോർട്ടക്സ് ടു മെഡുല. കോർട്ടക്സിൽ നിന്ന് മെഡുല വരെ ഇങ്ങോട്ടേക്ക് ഓസ്മോളാരിറ്റി കൂടി. സോ ദിസ് ഈസ് കോൾഡ് ആസ് കോർട്ടിക്കോ മെഡുലറി ഗ്രേഡിയന്റ്. കോർട്ടിക്കോ മെഡുലറി ഗ്രേഡിയന്റ് എന്നാണ് ഇതിന് പറയുക. സോ ദിസ് ഈസ് ബൈ ആക്ഷൻ ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലി. ലൂപ്പ് ഓഫ് ഹെൻലിയുടെ ആക്ഷൻ മൂലമാണ്. സോ കോർട്ടിക്കോ മെഡുലറി ഗ്രേഡിയന്റ് ഉണ്ടാവാനുള്ള ഒരു കാരണം ബിക്കോസ് ഓഫ് ദിസ് യു ഷേപ്പ് അറേഞ്ച്മെന്റ് ഓഫ് ദിസ് ലൂപ്പ് ഓഫ് ഹെൻലി ആൻഡ് ഡിഫറൻഷ്യൽ പെർമിബിലിറ്റി ടു വാട്ടർ. സോ ഇതാണ്. ഇനി രണ്ടാമത്തെ കാരണം നമ്മൾ പറഞ്ഞത് യൂറിയ റീസൈക്ലിംഗ് ആണ്. യൂറിയ റീസൈക്ലിംഗ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇവിടെ ഫിൽട്ടർ ചെയ്യുന്നു, യൂറിയനകത്തേക്ക് വരുന്നുണ്ട്. ആൻഡ് ഈ ഏരിയ, ദിസ് ഏരിയ ഈസ് ഇംപെർമിയബിൾ ടു യൂറിയ. വാട്ടർ ആൻഡ് യൂറിയ ഇംപെർമിയബിൾ എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ യൂറിയ ഇതിനകത്തേക്ക് വരുന്നുണ്ട്. യൂറിയ ഇവിടേക്ക് വേണമെങ്കിൽ അത്യാവശ്യം റിലീസ് ചെയ്യാം. പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ യൂറിയ പുറത്തേക്ക് പോകാൻ പറ്റും. ഇപ്പോൾ യൂറിയ ഇവിടെ ഇങ്ങനെ ഇതിലേക്ക് കൂടി പോയി ഇങ്ങനെ പോയി ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഇവിടെ മെഡുല്ലയിൽ വെച്ചിട്ടാണ് യൂറിയക്ക് പിന്നെ പുറത്തേക്ക് കിടക്കാൻ പറ്റുക. സോ ഇവിടെ കുറെ യൂറിയ ട്രാൻസ്പോർട്ടേഴ്സ് ഉണ്ട്. സോ അതുവഴി യൂറിയക്ക് ഇങ്ങോട്ടേക്ക് മെഡുല്ലയിലേക്ക് താഴത്തേക്ക് ഇടാനായിട്ട് പറ്റും. സോ ഇവിടെ യൂറിയ നമുക്കറിയാം ഹൈപ്പർ ഓസ്മോളാർ സബ്സ്റ്റൻസ് ആണ്. സോ യൂറിയ ഇവിടെ വരുമ്പോഴത്തേക്കും ഇവിടെ ഓസ്മോളാരിറ്റി കൂടും. ഇനി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇതിനെ ഇവിടെ വേണമെങ്കിൽ അകത്തേക്ക് കയറാം. പക്ഷെ അകത്ത് കയറിയാൽ പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഇത് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ തന്നെ. സോ ഈ ഭാഗം കഴിയുമ്പോഴത്തേക്കും യൂറിയ പെർമിബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് ഇവിടെ എത്തുമ്പോൾ റിലീസ് ചെയ്യുന്നുണ്ട്. ഇത് കടന്നു കഴിഞ്ഞാൽ ഇവിടെ വെച്ചിട്ട് കടക്കണം. പിന്നെ ഇത് റിലീസ് ഇല്ല. അതുകൊണ്ട് ഈ ഏരിയയിൽ യൂറിയ വിൽ ബി റീസൈക്കിൾ. ഇവിടം വരെ ഇങ്ങനെ റീസൈക്കിൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആൻഡ് ദിസ് കോൺസ്റ്റിറ്റ്യൂട്ട് ഫോർ അറൌണ്ട് 30 to 35% ഓഫ് ദ മെഡുലറി ഗ്രേഡ്. സോ ഒന്ന് കൗണ്ടർ കറന്റ് മൾട്ടിപ്ലയർ ആണ്. രണ്ടാമത്തത് യൂറിയ റീസൈക്ലിംഗ്. സോ രണ്ടും കൂടി ചേരുമ്പോഴത്തേക്കാണ് 1200 to 300 വരെയുള്ള ഒരു കോർട്ടിക്കോ മെഡുലറി ഗ്രേഡിയന്റ് ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ കോർട്ടിക്കോ മെഡുലറി ഓസ്മോട്ടിക് ഗ്രേഡിയന്റ് ഉണ്ടായി. ഇനി അത് മെയിൻറ്റെയിൻ ചെയ്യണം അല്ലെ, അതിനെ നിലനിർത്തണം. മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ പറഞ്ഞു ഇതാണ് വാസറക്റ്റ ആണ്. സോ രണ്ട് ബ്ലഡ് വെസൽസ് ഞാൻ അപ്പുറപ്പുറമായിട്ട് ഇവിടെ വലുതായിട്ട് വരച്ചിട്ടുണ്ട്. വാസറക്റ്റ ഈസ് ആർട്ടറി സറൗണ്ടിങ് ദ നെഫ്രോൺ. നെഫ്രോണിന്റെ ട്യൂബുകളിന് ചുറ്റുമുള്ള ആർട്ടറി ആണ്. ആൻഡ് ഇതും ലൂപ്പ് ഓഫ് ഹെൻലി പോലെ തന്നെ യു ഷേപ്ഡ് ട്യൂബ് ആണ്. സെയിം ഷേപ്പിൽ തന്നെ അതേ രീതിയിൽ തന്നെ അതിന് ചുറ്റും അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഇവിടുത്തെ ബ്ലഡ് ഫ്ലോ. ഇതിലൂടെ ബ്ലഡ് ആണല്ലോ ഇങ്ങോട്ട് ഒഴുകുക. ബ്ലഡ് ഒഴുകുന്നത് വളരെ സ്ലോ ആണ്. സോ ബ്ലഡ് ഫ്ലോ ഈസ് വെരി സ്ലോ ആണ്. സോ ഇവിടെ നിന്ന് ഇൻഡസ്ട്രീഷ്യൽ സ്പേസിൽ നിന്ന് സൊല്യൂട്ട് ഇതിനകത്തേക്കാണല്ലോ കയറേണ്ടത്. ഇവിടെ നിന്ന് റീഅബ്സോർപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് വരെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കയറുക. സോ ഇതായിട്ട് കിട്ടിയത് കൊണ്ട് ഓടി അങ്ങോട്ട് രക്ഷപ്പെട്ടേക്കാം എന്ന് വിചാരിച്ചാൽ പറ്റില്ല. ബിക്കോസ് ബ്ലഡ് ഫ്ലോ ഈസ് വെരി സ്ലോ. അപ്പോൾ ഇപ്പോൾ താഴത്തേക്ക് നമ്മൾ വരികയെന്ന് വിചാരിക്കുക. താഴത്തേക്ക് വരുന്തോറും എന്താണ് സംഭവിക്കുക? ഇതിനകത്തിനേക്കാൾ കൂടുതലാണ് ഇവിടെ 1200 ആണെങ്കിൽ ഇവിടെ 300 ബ്ലഡിനകത്തുള്ള വാട്ടറിനെ ലീക്ക് ചെയ്ത് ഇങ്ങോട്ടേക്ക് പോകാനായിട്ട്. സോ ഇങ്ങോട്ടേക്ക് വരുന്തോറും ദിസ് ബിക്കം അതിനകം ഹൈപ്പർ ഓസ്മോളാർ ആകും. അല്ലെങ്കിൽ വാട്ടർ ഇതിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. പക്ഷെ തിരിച്ചു പോകുമ്പോൾ വാട്ടർ ഇങ്ങോട്ടേക്ക്, ബിക്കോസ് ഇവിടെ 300 ആണ്, ഇവിടെ 1200 ആണ്, വാട്ടർ തിരിച്ചിനകത്തേക്ക് കയറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, വാട്ടർ വിൽ. സോ ഇവിടുന്ന് വാട്ടർ പുറത്തേക്ക് പോകും, ഇവിടെ വാട്ടർ അകത്തേക്ക് കയറും. ആൻഡ് ദിസ് ഇസ് സ്ലോ. അപ്പോൾ ഇത് ഇങ്ങനെ പതുക്കെ പോകും. സോ ദിസ് പെർഫെക്റ്റ്ലി വിൽ മെയിൻറ്റെയിൻ ദിസ് 300 എന്നുള്ളതും 1200 ഇതിനിടയിൽ ഇത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇത് സഹായിക്കും. സോ മെയിൻ്റനൻസ് ഓഫ് ദിസ് ഓസ്മോട്ടിക് ഗ്രേഡിയന്റ് ഈസ് ബൈ വാസറക്റ്റ ബിക്കോസ് ഓഫ് ദ വെരി സ്ലോ ബ്ലഡ് ഫ്ലോ. വാട്ടറിന് എന്ത് ചെയ്യാൻ പറ്റും? വാട്ടറിന് ഫ്രീലി മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ വാട്ടറിന് പുറത്തേക്കും പോകാം, ഔട്ട്വേർഡും പോകാം. ഔട്ട്വേർഡ് പോകുന്നത് എവിടെയാണ്? താഴത്തേക്ക് വരുമ്പോൾ മെഡുല്ലയിലേക്ക് പോകുമ്പോൾ ഔട്ട്വേർഡ് പോകാം. മെഡുല്ലയിൽ നിന്ന് മുകളിലേക്ക് വീണ്ടും കോർട്ടക്സിലേക്ക് പോകുമ്പോൾ അതിന് ഇൻവേർഡ് അകത്തേക്കും കയറും. ദിസ് വിൽ മെയിൻറ്റെയിൻ ദ ഓസ്മോട്ടിക് ഗ്രേഡിയന്റ്. സോ ബേസിക്കലി അടിസ്ഥാനപരമായിട്ട് സൊല്യൂട്ട്സ്, വാട്ടർ, യൂറിയ എല്ലാം ഈ ഏരിയ കിടന്ന് ഇങ്ങനെ പല വിധത്തിൽ മെഡുല്ലയുടെ അകത്ത് കിടന്ന് റീസൈക്കിൾ ചെയ്യപ്പെടുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ദിസ് റീസൈക്ലിംഗ് ഓഫ് സൊല്യൂട്ട്സ് ആണ് ദിസ് ഓസ്മോട്ടിക് ഗ്രേഡിയന്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കും. സോ ഇതാണ് കൗണ്ടർ കറന്റ് എക്സ്ചേഞ്ചർ. നേരത്തെ പറഞ്ഞത് മൾട്ടിപ്ലയർ ആണ്, ഇത് എക്സ്ചേഞ്ചർ ആണ്. ഇനി യൂറിൻ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന അടുത്ത ആൾ ADH. അതിനു മുമ്പ് ഇവിടെ എത്തുമ്പോഴത്തേക്കും 300 ആണെന്ന് കരുതുക. 300 ആകുമ്പോഴത്തേക്കും ഇവിടെ എത്തുമ്പോഴത്തേക്കും 100, 200 to 100 ആയിട്ട് കുറയും. ഇവിടെ ഇങ്ങനെ കുറഞ്ഞു വരും. സോ അതുകൊണ്ട് ഇതിനെ ഡയല്യൂട്ടിംഗ് സെഗ്മെന്റ് ആണ് എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഫോർമേഷൻ ഓഫ് യൂറിൻ വീഡിയോ നോക്കുക, അതിനകത്ത് നമ്മൾ പറഞ്ഞാണ്. അതുകൊണ്ട് ഞാൻ ആ കാര്യങ്ങൾ പറയുന്നില്ല. സോ ഇങ്ങോട്ടേക്ക് വരുന്തോറും ഇവിടെ ഇൻ ലേറ്റ് ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ ആൻഡ് ഇൻ ദ കളക്ടിംഗ് ഡക്ട്, ഈ ഭാഗത്ത് there are cells called as principal cells ഉണ്ട്. ഇത് നമ്മൾ പറഞ്ഞാണ്. ആൻഡ് ഓൾസോ ഇന്റർകലേറ്റഡ് സെൽസ് ഉണ്ട്. നമുക്ക് തൽക്കാലം പ്രിൻസിപ്പൽ സെൽസ് മാത്രം മതി. പ്രിൻസിപ്പൽ സെൽസ്, ഇപ്പൊ ഞാനിതൊരു പ്രിൻസിപ്പൽ സെൽ വരയ്ക്കുകയാണെങ്കിൽ അതിന് 2 ആക്ഷൻസ് ഉണ്ട് നമ്മൾ പറഞ്ഞു. ഒന്ന് ആൽഡോസ്റ്റിറോൺ ഇവിടെ ബേസോലാറ്ററൽ സൈഡിൽ
അല്ലെങ്കിൽ ആൽഡോസ്റ്റിറോൺ പഠിക്കുമ്പോൾ അവിടെ ഈനാക് സോഡിയം ചാനൽസ് ഇത് ചെയ്യും, കൂടുതലായിട്ട് അവിടെ വന്ന് ഇരിക്കും. അതുകൊണ്ട് സോഡിയം റീഅബ്സോർഷൻ വർദ്ധിക്കും. അപ്പോൾ പൊട്ടാസ്യം പോകും എന്ന് നമ്മൾ പറഞ്ഞിട്ട് നമുക്ക് വേണ്ടത് ADH ആണ്. സോ ADH ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ there are some receptors called as V2 receptors. Okay, V2 റിസപ്റ്ററിലെ ADH വന്ന് പിടിക്കുമ്പോൾ, ADH is ആന്റി ഡയൂററ്റിക് ഹോർമോൺ വന്ന് പിടിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സെൽസിനകത്ത് ഒരു വെസിക്കിൾ ആണെന്ന് കൂട്ടുക. വെസിക്കിൾസിനകത്ത് ധാരാളം അക്വാപോറിൻസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇതിന്റെ ന്യൂക്ലിയസ് ഇത് DNA ആണ്. ഇവിടെ നിന്ന് അക്വാപോറിൻസ് ഉണ്ടാക്കാൻ പറ്റും എന്ന് വിചാരിക്കുക. സോ കൂടുതൽ അക്വാപോറിൻസ് ഉണ്ടാക്കുകയും ആൻഡ് ഇവിടെയുള്ള അക്വാപോറിൻസ് വെസിക്കിളിലുള്ള അക്വാപോറിൻസ് ഇവിടെ വന്ന് പിടിക്കുകയും ആൻഡ് അക്വാപോറിൻസ് ആർ മോർ ഡിസ്ട്രിബ്യൂട്ടഡ് നൗ ടുവേർഡ്സ് ദ ലൂമൻ. ലൂമനിലേക്ക് വന്ന് അക്വാപോറിൻസിനെ കൂടുതലായിട്ട് റീലൊക്കേറ്റ് ചെയ്യും. സോ റീലൊക്കേഷൻ ഓഫ് അക്വാപോറിൻസ് ഫ്രം വെസിക്കിൾസ് ടു മെംബ്രെയിൻ, ലൂമിനൽ മെംബ്രെയിൻ. ഇതാണ് ഒരു കാര്യം ചെയ്യുക. രണ്ടാമത് കൂടുതലായിട്ട് അക്വാപോറിൻസ് ഉണ്ടാക്കാം. അപ്പൊ എന്ത് സംഭവിക്കും? ദിസ് ഈസ് കോൾഡ് ആസ് അക്വാപോറിൻ 2 ചാനലാണ്. സോ ഇതുവഴി വാട്ടർ ക്യാൻ എൻ്റർ. സോ വാട്ടറിനെ ഇതിനകത്തേക്ക് ബ്ലഡിനകത്തേക്ക് കയറ്റാനായിട്ട് അക്വാപോറിൻ 3 ഉണ്ട്, അക്വാപോറിൻ 4 പോലെയുള്ളതൊക്കെ സഹായിക്കാം. സോ വാട്ടർ വിൽ ബി മൂവ്ഡ് ഇൻ ടു ദ ബ്ലഡ് വെസൽസിലേക്ക് വാട്ടർ പോകും. സോ ADH കൂടുതലായി കഴിഞ്ഞാൽ അതെങ്ങനെ ADH കൂടുതലാവും? ADHനെ ബ്ലഡിനകത്ത് എപ്പോഴെങ്കിലും ഹൈപ്പർ ഓസ്മോളാലിറ്റി ഉണ്ടോ എന്ന് അറിയാൻ പറ്റും. ADH ഉണ്ടാക്കുന്നത് എവിടെ നിന്നാണ് നമുക്കറിയാം. ദാറ്റ് ഈസ് ഫ്രം ദ hypothalamus pituitary. അവിടെ നിന്ന് ADH ഉണ്ടാവുന്നു. അത് ഇവിടെ വന്ന് ആക്ട് ചെയ്തിട്ടാണ് വെള്ളം കൂടുതലായിട്ട് വലിച്ചെടുക്കുക. വെള്ളം കൂടുതലായിട്ട് ഇവിടെ നിന്ന് വലിച്ചെടുക്കുമ്പോഴത്തേക്കും വെള്ളം ഇങ്ങോട്ടേക്ക് പോവുകയാണ്. സോ ദിസ് യൂറിൻ വിൽ ബിക്കം ഹൈപ്പർ ഓസ്മോളാർ യൂറിൻ. സോ നമ്മുടെ ശരീരത്തിൽ ഓസ്മോളാലിറ്റി കൂടുമ്പോൾ വാട്ടർ തിരിച്ചെടുത്ത് അപ്പോൾ യൂറിൻ നിന്ന് വെള്ളം നഷ്ടപ്പെടുന്നത് തടയും. ആൻഡ് ദിസ് റീഅബ്സോർഷൻ നമ്മളൊരു പേര് പറഞ്ഞിരുന്നു, അതിന് നമ്മൾ ഫാക്കൽറ്റേറ്റീവ് റീഅബ്സോർഷൻ ആണ് എന്ന് നമ്മൾ പ്രത്യേകം പറഞ്ഞു. ഫാക്കൽറ്റേറ്റീവ് റീഅബ്സോർഷൻ ആണ്. ഇനി ADHന് വേറെയും ചില ആക്ഷൻസ് ഉണ്ട്, അതിനെപ്പറ്റി നമ്മളെപ്പോഴും പറയാറില്ല. ഇവിടെ ഉള്ള ഈ റിസപ്റ്റർ, ഇവിടെ ഈ ട്രാൻസ്പോർട്ടർ നമ്മൾ പറഞ്ഞത് സോഡിയം പൊട്ടാസ്യം 2-ക്ലോറിൻ, ഇതിനെ ആക്ടിവേറ്റ് ചെയ്യാൻ ADHന് പറ്റും. സോ ADH ക്യാൻ ആക്ടിവേറ്റ്. വേറെ മെക്കാനിസം ആണ്, സെക്കൻഡ് മെക്കാനിസം. ഇവിടെയുള്ള V2 റിസപ്റ്റർ അല്ലാതെ ഉള്ള മെക്കാനിസമാണ് ഞാൻ പറയുന്നത്. ഇതിന് ADHനെ ഇവിടെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അസെൻഡിങ് ലൂപ്പ് ഓഫ് എൻലിയിൽ ആക്ടിവേറ്റ്. രണ്ടാമത് മെഡുലറി കളക്ടിംഗ് ഡക്ട്. ഇവിടെ നമ്മൾ പറഞ്ഞു ഇവിടെ യൂറിയ ട്രാൻസ്പോർട്ടറിനെ വർദ്ധിപ്പിക്കാൻ പറ്റും. സോ ഇൻക്രീസ്ഡ് യൂറിയ ട്രാൻസ്പോർട്ടർ ഈസ് അനദർ മെക്കാനിസം ഓഫ് ADH. സോ ഈ വഴിയിലെല്ലാം ദിസ് ക്യാൻ ഇൻക്രീസ്, അൾട്ടിമേറ്റ്ലി ഇറ്റ് ക്യാൻ ഇൻക്രീസ് ദ ഓസ്മോളാലിറ്റി ഓഫ് ദ യൂറിൻ. എന്ന് വെച്ചാൽ വാട്ടർ തിരിച്ചെടുക്കുന്നു എന്നാണ് പറഞ്ഞത്. യൂറിന്റെ ഓസ്മോളാലിറ്റി കൂടുക എന്ന് വെച്ചാൽ യൂറിനിലൂടെ വെള്ളം കുറവാണ് പോവുക. സോ നമുക്ക് വെള്ളം കിട്ടാത്ത സമയത്ത് നമ്മൾ ഹൈ ടെമ്പറേച്ചർ ഭയങ്കര ചൂടത്തൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് ധാരാളം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ADH ആക്ടിവേറ്റഡ് ആകും. ആൻഡ് ദിസ് നേരത്തെ ഉള്ള സിസ്റ്റം ആക്ടിവേറ്റഡ് ആകുമ്പോഴത്തേക്കും വി ക്യാൻ കോൺസെൻട്രേറ്റ് ദ യൂറിൻ. സോ ദിസ് ഈസ് ദ മെക്കാനിസം ഓഫ് യൂറിൻ കോൺസെൻട്രേഷൻ. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.